ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാമല്ലോ. വൈശാഖ മാസത്തിലെ എൻ്റെ റൊട്ടീനാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് വൈശാഖ മാസത്തിൽ ഇങ്ങനെ ഒരു റൊട്ടീൻ ചെയ്യുന്നത്. കാരണം എനിക്കിതിനെക്കുറിച്ച് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇങ്ങനെ വൈശാഖ മാസത്തിൽ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയുന്നത്. പക്ഷേ ഞാനതൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും വൈശാഖ മാസം കഴിയാറായിപ്പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നതാണ്, അടുത്ത വർഷം ദൈവം സഹായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മാസം എനിക്ക് വ്രതം എടുക്കണമെന്നും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണമെന്നും. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ, അതായത് 2026 വൈശാഖ മാസം ആരംഭം തുടങ്ങുന്നത് ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ്. അപ്പോൾ ഇതിന് വലിയ ഒരുപാട് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ 2 നേരം വിളക്ക് വെക്കാറുണ്ട്. അപ്പം 2 നേരം വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ നോൺ വെജ് കഴിക്കില്ല. ഈ ഒരു മാസക്കാലത്ത് വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു വിഷുവിൻ്റെ ഒരു വീക്ക് മുന്നേ തന്നെ ഞങ്ങൾ വ്രതം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെയുള്ള സ്നാനം അത്യുത്തമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പറ്റത്തില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഫലം ഇരട്ടിയാണെന്ന് പറയും. പക്ഷേ എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പതിവ് പോലെ തന്നെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷമാണ് വിളക്ക് വയ്ക്കുന്നത്. വൈശാഖ മാസത്തിനെ മാധവ മാസം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലക്ഷ്മി സമേതനായിട്ട് നമ്മുടെ ഭൂമിയിൽ അവതരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാസക്കാലത്ത് നമുക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജലദാനമാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ പുറത്ത് അങ്ങനെ ദാനമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കാം. അപ്പം ഞങ്ങളിവിടെ ബേർഡ്സിന് വെള്ളം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലവും കൂടെയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു ദാനം തന്നെയാണ്. പിന്നെ ഈ ഒരു മാസക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം നമ്മുടെ ആഹാര രീതിയാണ് കേട്ടോ. കാരണം ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വ്രതം എടുക്കാം. ഒരിക്കൽ പോലെ അങ്ങനെ വ്രതം എടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നില്ല, ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കാം കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മാസം മുഴുവനായിട്ട് വെജിറ്റേറിയൻ ആണ് കേട്ടോ, ഫുള്ള് വെജിറ്റേറിയൻ ആണ്. പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെ വീട്ടിൽ അധികം അങ്ങനെ ഒരുപാട് നോൺ വെജ് കഴിക്കാറില്ല കേട്ടോ. വീക്കെൻഡിൽ മാത്രമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് അതിനും വലിയ താല്പര്യമില്ല. അപ്പം ഞാനും ഹസ്ബൻഡും വ്രതം എടുക്കുന്നുണ്ട്, മോളും. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കും. പിന്നെ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അപ്പം നമുക്കിവിടെ അടുത്ത് തന്നെ വിഷ്ണു ക്ഷേത്രം ഉണ്ട്, കൃഷ്ണക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട്. പിന്നെ വിഷ്ണു സഹസ്രനാമം, പിന്നെ കൃഷ്ണൻ്റെ നാമജപങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അത്യുത്തമമാണെന്ന് പറയും. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു നേരം അരി ആഹാരം അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് മറ്റു 2 നേരം ഗോതമ്പൊക്കെ കഴിക്കാം. ഇല്ലെങ്കിൽ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിന്നറിന് ഫ്രൂട്ട്സ് കഴിക്കാം. ഞാൻ ചില ദിവസങ്ങളിൽ ഫ്രൂട്ട്സാണ് നൈറ്റ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഗോതമ്പിൽ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ആരോഗ്യം നമുക്ക് നോക്കാൻ പറ്റിയൊരു സമയമാണിത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാം നല്ലതായിരിക്കുള്ളൂ എന്നൊന്നുമല്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റൊട്ടീന്. അപ്പോൾ അടുത്ത മാസം 16-ാം തീയതി വരെയാണ് സമയമുള്ളത്. അപ്പം ഈ ഒരു മാസത്തിനുള്ളിലാണ് നമ്മളിത് അനുഷ്ഠിക്കുന്നത്. പിന്നെ പീരീഡ് സമയം ആകുമ്പോൾ നമുക്കിതിനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ നോൺ വെജ് കഴിക്കില്ല, നാമജപങ്ങളൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ എപ്പോഴും പതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തിയതിന് ശേഷം കുറച്ച് നേരം ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നാരായണ മന്ത്രം ജപിക്കാം, എന്തെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു മന്ത്രവും ജപിക്കാൻ അറിയില്ല, ജപം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഫോണിൽ അല്ലെങ്കിൽ TV-യിലൊക്കെ മന്ത്രങ്ങൾ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ, വെച്ച് കേൾക്കാം. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരിങ്ങനെ നോമ്പൊക്കെ എടുക്കൂലേ, അപ്പം അതുപോലത്തെ ഒരു കാര്യമാണ്. അപ്പം എല്ലാ മതസ്ഥരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണല്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ
ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, മറക്കരുത്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ സമയം കൂടിയാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിങ്ങനെ ഒരു വ്രതാനുഷ്ഠാനം എടുക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരും കേട്ടോ. കാരണം രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേക്കും, പിന്നെ ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളൊരു സമയം പ്രത്യേകം കണ്ടെത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡേ പോസിറ്റീവായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ നിങ്ങൾക്കിപ്പം എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടും ഭക്തിയോടും കൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് എല്ലാം. അല്ലാതെ മറ്റുള്ളവർ പലതും ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. കാരണം പലർക്കും അങ്ങനെ തോന്നും, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് കേട്ടോ, എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ ജപിക്കാം. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് നോക്കിക്കഴിഞ്ഞാലും വിഷ്ണുവിൻ്റെ നാമങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ജപിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ഓട്സിൻ്റെ ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്, ഓട്സും ബനാനയും കൂടി ചേർത്തിട്ടൊരു സ്മൂത്തി. അപ്പോൾ ഞാൻ ഈ റോൾഡ് ഓട്സാണ് എടുക്കുന്നത് കേട്ടോ. 1-2 സ്പൂൺ എടുത്താൽ മതി. പിന്നെ ചെറുവഴ ഇരിപ്പുണ്ടായിരുന്നു, അതും കുറച്ച് സിനമൺ പൗഡറാണ് ഞാൻ ഇത്തവണ ചേർക്കുന്നത് കേട്ടോ. ഇതെനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ചേർക്കേണ്ട സിനമൺ പൗഡർ, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ദഹനശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഈ സിനമൺ പൗഡർ. ഇത് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ, ഓൺലൈനിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, വെയിറ്റും കുറയും, നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് സ്മൂത്തി വേണമെങ്കിലും കുടിക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം, അല്ലേ? അപ്പം അങ്ങനെ ഞാൻ സ്മൂത്തി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇത്തവണ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ പാലൊന്നും ഇല്ല, പാലുണ്ടെങ്കിൽ പാലിൽ അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വയറ് ഫില്ലിംഗ് ആവും. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ അധികം സ്മൂത്തി റെസിപ്പീസൊക്കെ ഞാൻ പല ലോങ് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ സമയം ചൂടായതുകൊണ്ട് തന്നെ റാഗി വേണമെന്നുണ്ടെങ്കിൽ റാഗി ഒരു 1-2 ടേബിൾ സ്പൂൺ എടുത്ത് നല്ല ചൂട് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം അതൊന്ന് തണുപ്പിച്ചിട്ട് അതിനകത്ത് ഇതേ പ്രൊസീജിയറിൽ തന്നെ പഴമിട്ട് അരച്ചെടുത്താൽ റാഗി സ്മൂത്തി കിട്ടും. അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. റാഗിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, അയൺ കണ്ടന്റ് ഒക്കെ ഒരുപാട് ഉള്ളതാണല്ലോ റാഗിയിൽ. അപ്പോൾ ഞാനാണെങ്കിൽ സ്മൂത്തി കുടിക്കുന്നുണ്ട്. കുടിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. ഓരോരുത്തരും തന്നേക്കുന്ന കമൻസ് ഒക്കെ നോക്കി വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുവാണ്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈശാഖ മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ കൃഷ്ണൻ ലക്ഷ്മി സമേതനായിട്ട് നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുവാനും അതുപോലെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അടുപ്പം കൂടാനും ഒക്കെ ഈ ഒരു മാസക്കാലം നമുക്ക് വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു ഈ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ആമയുടെ ബർത്ത്ഡേ സമയമായപ്പോഴേക്കും ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി വന്നതിന് ശേഷമാണ് അറിയുന്നത് അത് മാധവ മാസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഈ ഒരു സമയമാണ് മാധവ മാസം നടക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ബുക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസ സമയത്ത് തന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ തന്നെ പോകണമെന്നില്ല, അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാൽ മതി. ഞങ്ങൾ ഡെയിലി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വിളക്ക് വീട്ടിൽ വെച്ചതിന് ശേഷം തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞാനും ഹസ്ബൻഡും മോളും കൂടി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയിൽ ഒരു ദിവസം ഫസ്റ്റ് ഡേ വൈശാഖ മാസം തുടങ്ങിയതിൻ്റെ അന്നത്തെ ദിവസം ഞാൻ വിഷുവിൻ്റെ അന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം പറഞ്ഞില്ലേ, KK നഗറിലുള്ളൊരു നമ്മുടെ കേരള ക്ഷേത്രം, അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയാണ് ഞങ്ങൾ ഈ മാസം ആരംഭം കുറിച്ചത്
വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് പോയത്. പിന്നെ മെയിനായിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങരുതെന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിനും നല്ലതല്ല. പക്ഷേ ഇപ്പോഴത്തെ ചൂടും ക്ഷീണവും ഒക്കെ കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോവുമല്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും മാക്സിമം ഉറങ്ങാതിരിക്കാനൊക്കെ ശ്രമിക്കുക. എത്രത്തോളം നമുക്ക് മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്ന് പറയും. ഇല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കേട്ടാൽ മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇനിയാണെങ്കിലും സമയമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. വീട്ടിൽ തന്നെ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നമ്മൾ എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ സമയം ആവശ്യമില്ലാതെ കളയുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രാവിലെയും വൈകുന്നേരവും ഞാൻ ഡെയിലി വിളക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അത് മാറിയിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം അമല ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ മുംബൈയിലാണ് താമസിക്കുന്നത് അത്രേ. അപ്പം മൂത്ത കുഞ്ഞിനെ പ്രീ സ്കൂളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഹോം സിക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരച്ചിലാണെന്നും പിന്നെ രണ്ടാമത്തെ കുട്ടിക്കും 1.5 വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ, മോളാണത്. 2 കുഞ്ഞുങ്ങളെയും മാനേജ് ചെയ്യാൻ പറ്റുന്നുമില്ല. മാത്രമല്ല കുഞ്ഞ് സ്കൂളിൽ പോയി കരയുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പോൾ ഈ അമ്മയാണ്, അതായത് കുഞ്ഞിൻ്റെ അമ്മയാണ്, ഈ കമൻ്റ് ഇട്ട കുട്ടിയാണ് കുഞ്ഞിനെ ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെ. അത് മാത്രമല്ല അവർക്ക് ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ടൊരു ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ആമിയെ ഞാൻ ഫസ്റ്റ് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇവിടെ 3 വയസ്സാകുമ്പോഴാണ് ഇങ്ങനെ LKG ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതും മാത്രമല്ല ആമി കൊറോണ ബാച്ചും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് LKG മൊത്തം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വീട്ടിലിരുത്തിയാണ് പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് UKG ആയപ്പോഴത്തേക്കും സ്കൂളിൽ പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവളെ സ്കൂളിൽ ഫസ്റ്റ് ഡേ തന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോയത്. ഞാനിത് പണ്ടൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അവൾ സ്കൂളിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അതുവരെ എൻ്റെ കൂടെ നിന്നൊരു കുട്ടി ഭാഷയുടെ പ്രശ്നം അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മോളും നല്ല കൂളായിരുന്നു, അവർക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ. കാരണം ഞാനിത് പറയാനുള്ള കാരണം ആ കുട്ടി എന്നോട് ചോദിച്ചിരുന്നു ആമി എങ്ങനെ ആയിരുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എനിക്കായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാട്. കാരണം അത്രയും നാൾ എൻ്റെ കൂടെ നടന്ന കുഞ്ഞ് പെട്ടെന്ന് സ്കൂളിലോട്ട് പോയപ്പോഴത്തേക്കും എനിക്കതൊരു വിഷമം തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല, കുഞ്ഞിനാണ് കരച്ചിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കും എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത്, അന്ന് സ്കൂളിൽ അഡ്മിഷന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞപ്പോൾ ഞങ്ങളുടെ ആമി പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞത് കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം കരയും, അത് കഴിഞ്ഞിട്ട് അതങ്ങ് സെറ്റാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കും ഈ കുട്ടിയോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും നാൾ നമ്മുടെ അമ്മയുടെ ചുറ്റും നടന്നൊരു കുഞ്ഞ് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു വിഷമമാണ് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല. മോൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഭാഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഭാഷയൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എനിക്കും ഇതേ സംഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സോഷ്യൽ മീഡിയ വഴി പോലും നമുക്ക് ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അവിടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം. ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള കുഞ്ഞി പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ചാൽ നമുക്ക് ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് പറ്റാത്ത ഭാഷയാണ്, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷിലും കൂടിയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഭാഷയുടെ പേരിൽ നമ്മൾ പേടിച്ച് അങ്ങനെ വീട്ടിനകത്ത് ഇരിക്കരുത്, അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുകയും വേണ്ട. കാരണം ഇതിൽ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ആമയുടെ കാര്യമാണെങ്കിൽ അവളെ ഹസ്ബൻഡാണ് ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവളൊരു 2nd സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് അവളെ ഞങ്ങൾ സ്കൂൾ ബസ്സിലാക്കിയത്. അവൾ 3rd സ്റ്റാൻഡേർഡ് ആയപ്പോഴേ കഴിഞ്ഞ വർഷം തൊട്ടാണ് അവളെ ഞങ്ങൾ സ്കൂൾ ബസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ബസ്സിൽ വിടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, കുഞ്ഞു മോനല്ലേ, അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മുടെ സ്വന്തം നാട്ടിലല്ലാത്തത് കൊണ്ട് തോന്നുന്നൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലാതെ വേറെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. എല്ലാം ശരിയാവും. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ
പേരിൽ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കുട്ടിക്കൊരു ആശ്വാസം ആവുമല്ലോ. അപ്പോൾ ഇതാണായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുഞ്ഞ് ഇത്രയും നാൾ വീട്ടിലിരുന്ന് വീട്ടിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇണങ്ങി ചേർന്നൊരു കുഞ്ഞിനെ പെട്ടെന്ന് നമ്മൾ സ്കൂളിലോട്ട് വിടുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കുക വേണ്ട. കാരണം സ്കൂളിലെ ടീച്ചേഴ്സും അവർക്ക് അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പം അവർ ഈ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര വാശിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും കരച്ചിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും പതിയെ അത് മാറ്റിയെടുക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ സ്കൂളിൽ വിടാതിരിക്കരുത്. നമ്മൾ സ്കൂളിൽ നിരന്തരം വിട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പതിയെ ശരിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളേ. ഇതിനിടയിൽ അപ്പോൾ ഇതിനിടയിൽ ഞാനാണെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വായിക്കാനായിട്ട് എടുത്തേട്ടോ. അത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഉറക്കം വരുവേ. 2-3 പേജ് വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെയും തീർന്നിട്ടില്ല. ഇന്നാണെങ്കിൽ നല്ല മഴയും പെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടെ ചെന്നൈയിൽ ഈ സമയത്തൊന്നും മഴ പെയ്യുന്നതല്ല, പക്ഷേ എന്തോ പെട്ടെന്നൊരു മഴക്കോളും കാറും ഒക്കെ വന്നിട്ട് നമുക്കിന്ന് നല്ലൊരു മഴ കിട്ടിയൊരു ദിവസമാണ്. പക്ഷേ ഇതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ചൂടെടുത്തത് കേട്ടോ. അങ്ങനെ മഴ കണ്ട സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഈ മാസം കിട്ടുന്ന രണ്ടാമത്തെ മഴയാണ് വേനൽക്കാലം തുടങ്ങിയതിന് ശേഷം. ഇടയ്ക്ക് ഒരു മഴ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടില്ല. അന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് വന്ന മഴ പെട്ടെന്ന് എന്നെ തോരുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചൂട് തുടങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ നാട്ടിലും എല്ലായിടത്തും നല്ല ചൂടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു ചൂടിനെയും ബീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ചൂടാണ്. അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ നാട്ടിലത്തെ ചൂട് കേട്ടിട്ട് എല്ലാവരും പറയുന്നത്, ന്യൂസിലും ഇപ്പം നാട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ പറയുന്നത് നല്ല ചൂടാണ്, ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഒരു തവണ അമ്മയൊക്കെ ഇവിടെ വന്നപ്പോൾ, ഈ ഏപ്രിൽ മെയ് സമയത്ത് അമ്മയൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചൂട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ടിക്കറ്റ് തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും ചൂടാണ്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ വീട് ഇങ്ങനെ അടുത്തടുത്ത് ചേർത്താണല്ലോ വെച്ചേക്കുന്നത്. നമുക്ക് നാട്ടിലുള്ളത് പോലെ അത്രയും സ്പേസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പം ഇത്രയും വലിയ സിറ്റിയിൽ നമുക്ക് വീട് ഉള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കൂടി കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ടെറസിന്റെ മേലെ പോയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം മഴ പെയ്തപ്പോൾ ഞാനൊന്ന് ടെറസിന്റെ മേലെ, ഞാനും ഹസ്ബൻഡും കൂടി വന്ന് നിന്നതാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്ത സ്ഥലമാണെന്ന് പോലും തോന്നുന്നില്ല അല്ലേ, അത്രയ്ക്കും ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നിങ്ങളെല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ, മറക്കരുത്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ. ഒരുപാട് ചൂടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ സംഭാരം, മോര് ഇതൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോട്ടൺ ഡ്രസ്സ് ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് പോളിസ്റ്റർ അല്ലെങ്കിൽ ക്രേപ്പ് മെറ്റീരിയലൊന്നും ഇടാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നല്ല ചൂടായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കോട്ടൺ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്ന് പോത്തീസ് വരെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ ലേക്കിൻ്റെ അവിടെയുള്ള സൺസെറ്റ് വ്യൂ ആണ് ഈ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തിനൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇത് സായിബാബ ടെമ്പിളാണ്. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇവിടെ പോത്തീസിൽ വന്നതിൻ്റെ കാരണം ഇപ്പോൾ സമ്മർ ഫെസ്റ്റിവൽ നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓടി വന്നത് ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പരസ്യത്തിൽ കണ്ടിട്ട് വന്നതാണ്. സത്യം പറയട്ടെ, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് വരണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഒരു ലോക്കൽ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ ബൊമ്മക്കുട്ടികളെ എടുത്ത് നമുക്ക് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് മാളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇതുണ്ട്. ഇപ്പം എല്ലായിടത്തും ഇതുണ്ടല്ലോ, നാട്ടിലൊക്കെ എല്ലായിടത്തും കാണും. കാരണം ഇപ്പോൾ വെക്കേഷൻ പ്രമാണിച്ച് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ മുയൽക്കുട്ടിയൊക്കെ കിടന്ന് ഓടുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കിതൊക്കെ പേടിയാണ് കേട്ടോ. ഞാൻ അടുത്ത് പോലും പോകത്തില്ല. പക്ഷേ ആമിയും ഹസ്ബൻഡും അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എടുത്തു കൊടുത്തത്.
പിന്നെ ദേ ഇവിടെ ഒരു ഗൊറില്ല കിടപ്പുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇവിടെയൊക്കെ നിന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ഗെയിം സോൺ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ആമി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ ആമിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര കരച്ചിലും വഴക്കൊക്കെ ആയി. അവൾക്കൊന്നും കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് ഇത് അലൗഡ് ആയിട്ടുള്ളത്. മുതിർന്നവർക്ക് ഇത് കളിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ 3-4 ഗെയിമിൻ്റെ സെറ്റപ്പേ ചെയ്തിട്ടുള്ളൂ. കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് ഈ ക്യാച്ച് ചെയ്യുന്ന ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, ഇതാണെങ്കിൽ അവൾ നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ക്യാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം. 3 ഇത് ക്യാച്ച് ചെയ്തപ്പോഴത്തേക്ക് അവൾക്കൊരു ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും കൊണ്ടുപോകണം, അവൾക്ക് ഇനിയും സ്റ്റിക്കേഴ്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 1-2 ഗെയിംസ് ഒക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ആയ കാരണം കൊണ്ട് നമ്മളിപ്പോൾ വെജാണ് എടുത്തേക്കുന്നത്. ഒരു വെജ് സാൻഡ്വിച്ച്, ഒരു പനീർ സാൻഡ്വിച്ചും പിന്നെ ഹസ്ബൻഡിനും മോൾക്കും വേണ്ടിയിട്ട് ഒരു ബേൽപൂരി എന്താണത് ഒരു ചാട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന വഴിയിൽ ഇവിടെ അടുത്ത് തന്നെ മോമോസിൻ്റെ കടയുണ്ട്, അവിടെ കയറിയിട്ട് ഒരു വെജ് മോമോയും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മോഹിനിയാട്ടം, ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്നിട്ടുള്ള ഈ സിനിമ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് പാർട്ട് കാണാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്കങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. വാഴ 2 വെച്ച് നോക്കുമ്പോൾ ഇത് അത്രത്തോളം എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ആ സിനിമയ്ക്കും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ സിനിമ കണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.